എല്ലാ വ്യൂവേഴ്സിനെയും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മളുടെ ഓൾ ന്യൂ എക്സ്പൾസ് 210 നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നല്ല പൊടിയും ചെളിയും അതുപോലെ മറ്റുള്ളതെല്ലാം കാണാം. പിന്നെ ഈ വണ്ടിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ പൊടിയും ചെളിയും ഒക്കെ തട്ടിയിരിക്കുന്നത് തന്നെയാണ്. കാരണം ഇറ്റ്സ് മെൻറ്റ് ഫോർ ദാറ്റ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണ് നമ്മളുടെ ഹീറോയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എക്സ്പൾസ് 210. പഴയ ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ കാര്യമായി നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിസൈൻ ലാംഗ്വേജിലാണെങ്കിലും ഇൻക്ലൂഡിങ് എൻജിൻ തന്നെ ചേഞ്ചാണ്. സോ നമുക്ക് ബൈക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇത് നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിനും ഓഫ് റോഡിങ്ങിനും ട്രയൽ റൈഡിങ്ങിനും എല്ലാം ഒരേപോലെ പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരേപോലെ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചർ ടൂറിങ് ചെയ്യണം, അതുപോലെ തന്നെ ഓഫ് റോഡിങ് ചെയ്യണം, ട്രയൽ റൈഡിങ് ചെയ്യണം, അറ്റ് എ സെയിം ടൈം ഡെയിലി കമ്മ്യൂട്ട് നടക്കണം എന്നുള്ള ആൾക്കാർക്കെല്ലാം വളരെ ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇനി നമ്മൾ വണ്ടിയുടെ എസ്തെറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കളർ സ്കീം, അതായത് നമ്മളുടെ ഹീറോയുടെ ഐക്കോണിക് കളറായിട്ടുള്ള ഹീറോയുടെ ഐക്കോണിക് കളറായിട്ടുള്ള ഈ ബ്ലൂ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനുള്ള ഈ ഒരു കളർ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ തന്നെയാണ്. ആരായാലും ഒന്ന് നിന്ന് നോക്കിപ്പോവും. പിന്നെ ആ ഒരു ഫെൻഡർ, ഉയർന്നിട്ടുള്ള ആ ഒരു ഫെൻഡർ, ഈ ഒരു കളർ സ്കീമും കൂടി ഈ ഒരു വണ്ടിക്ക് നല്ല രീതിയിലൊരു ക്യാരക്ടർ തന്നെ കൊടുക്കണമെന്ന് അറിയാം. അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എന്തിനുള്ളതാണ്, ഈ വണ്ടിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഡിസൈൻ മാത്രമല്ല, അതായത് ലുക്കിൽ മാത്രമല്ല വർക്കിലും കാര്യമുള്ളൊരു വണ്ടി തന്നെയാണ്. ഇനി നമുക്ക് വണ്ടിയിൽ ഒറ്റനോട്ടത്തിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മളുടെ ഹീറോയുടെ എച്ച് എന്നുള്ളൊരു രീതിയിലുള്ളൊരു DRL ആണ് അവിടെ ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 2 പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്ക് ഇവിടെ വരുന്നത്. വിസിബിലിറ്റി അത്രത്തോളം പോരാ എന്ന് വേണം പറയാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി. സോ നമ്മളൊരു ഫോഗി ഏരിയയിൽ അല്ലെങ്കിൽ ഒരു നല്ല ഫോഗുള്ള ടൈമിലൊരു ഹിൽ സ്റ്റേഷനിൽ അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് ഈ ബൈക്ക് കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിസിബിലിറ്റി തീരെയില്ല. അതുകൊണ്ട് നമ്മൾക്ക് അഡീഷണൽ ഓക്സിലറി ലൈറ്റ്സ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഒരു ഫ്രണ്ടിൽ ഗ്രാബ് റെയിൽ കാണാം. ഇത് നമ്മൾ വണ്ടി ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ താന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കോ ഒരു ആൾക്കോ കൂടി ഇങ്ങനെ പിടിച്ച് വലിച്ച് കയറ്റാം. മാത്രമല്ല കെട്ടിവലിക്കണമെങ്കിൽ കെട്ടിവലിക്കുകയും ചെയ്യാം. പിന്നെ അത്യാവശ്യം നല്ലൊരു ടോൾ വിൻഡ് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കേഷ് ആണ് എന്ന് വേണം പറയാനായിട്ട്. സോ ഒരു 100 എബോവ് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെസ്റ്റിലേക്ക് വിൻഡ് ബ്ലാസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നക്കിൾ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. നക്കിൾ ഗാർഡ്സ് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊന്നും അത്രത്തോളം പോരാ, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഈ വണ്ടിയുടെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം നെഗ്ലക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീഴുകയാണെങ്കിൽ ഈസിലി പൊട്ടിപ്പോകുന്ന ടൈപ്പ് പ്ലാസ്റ്റിക്കുകളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു അലുമിനിയം ബാഷ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ്റെ ഭാഗത്ത്. പിന്നെ വീണ്ടും ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ബ്രേക്ക് ലിവർ ഇത് ഇപ്രാവശ്യം ഇവർ അഡ്ജസ്റ്റബിളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ലൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നമ്മൾ ബൂട്ടിട്ടിട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ബ്രേക്ക് ലിവർ കുറച്ച് താന്നിരിക്കണം എന്ന് തോന്നാം, അല്ലെങ്കിൽ കുറച്ച് മേലെ ഇരിക്കണം എന്ന് തോന്നാം. ദാറ്റ്സ് അപ് ടു ദ റൈഡർ. സോ അവരുടെ, അതായത് റൈഡറിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ സാധാരണ അഡ്വഞ്ചർ ബൈക്കുകളുള്ള പോലെ ഈ റബ്ബർ നമുക്ക് ഊരിയെടുക്കാം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഫോർ ബെറ്റർ ഗ്രിപ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ വയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് ഹൈ സൈഡിലേക്ക് റൗട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സോസ്റ്റാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സോസ്റ്റാണ്. സൗണ്ടാണെങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ഹീറ്റ് നമ്മുടെ പില്ലിയന് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷീൽഡ് പോലെ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. ഓവറോൾ പ്ലാസ്റ്റിക് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം പോരാ എന്ന് വേണം പറയാനായിട്ട്. ഇറ്റ്സ് ഓക്കേഷ്, അതായത് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നു. പിന്നെ റിയറിലൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു
ടോപ്പ് ബോക്സ് കരിയർ എന്ന് പറയാൻ സാധിക്കില്ല, കാരണം അത്യാവശ്യം ലഗേജ് ഇവിടെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം വരുന്നത് നമ്മുടെ റിയർ സസ്പെൻഷനാണ്. ഇതൊരു ലീനിയർ ലിങ്ക് സസ്പെൻഷനാണ്. അതായത് നമ്മൾ ഹൈവേയിൽ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ല ഹാർഡായിരിക്കുകയും അതുപോലെ തന്നെ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ലോ സ്പീഡിൽ നല്ല സ്മൂത്ത് ആയിരിക്കുകയും ചെയ്യുന്ന സസ്പെൻഷനാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഈ സംഭവം നിലത്ത് തട്ടും. അതാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇതാ നമ്മളുടെ ടെയിൽ ലൈറ്റ്, ഇത് നോക്കിയാലും ഒരു എച്ച് ഷേപ്പിലാണ് നമുക്ക് തോന്നുക, അതായത് ഹീറോയുടെ എച്ച്. മാത്രമല്ല അത്യാവശ്യം പ്രീമിയംനെസ്സും ഉണ്ട് ബാക്കിലെ ടെയിൽ ലൈറ്റ് എല്ലാം കാണുമ്പോൾ. സോ ഇത്രയൊക്കെയാണ് എസ്തറ്റിക്കലി ഈ ബൈക്കിൻ്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് കുറച്ച് സ്പെക്സിലേക്ക് കിടക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് 21 ഇഞ്ചിൻ്റെ സ്പ്രോക്ക് വീൽസാണ്. റിയറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ഇഞ്ചിൻ്റെ സ്പ്രോക്ക് വീൽസ്. പിന്നെ നമുക്കൊരു 276 mm ഡിസ്ക് റോട്ടർ വരുന്നുണ്ട് ഫ്രണ്ടിൽ, അത് പെറ്റൽ ടൈപ്പാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു 220 mm ഡിസ്ക് റോട്ടറാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നിസ്സിൻ്റെ കാലിപ്പറെല്ലാം കാണാം. പക്ഷേ ബ്രേക്കിങ് അത്രത്തോളം പോരാ. ഈവൻ ദോ ദർ ഇസ് ഡ്യുവൽ ചാനൽ ABS, നമുക്ക് ബ്രേക്കിംഗ് അത്രത്തോളം നന്നായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് നോർമൽ ബ്രേക്ക് പാഡ്സ് മാറ്റി സിന്തേഡ് ബ്രേക്ക് പാഡ്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ TVSൻ്റെ യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സാണ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. അതായത് ഒരു മീഡിയം ലെവൽ ടയേഴ്സാണ്. അത്രത്തോളം നല്ലതൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും മോശമല്ല. പിന്നെ ലൈഫ് വളരെ കുറവാണ്. പഴയ ജനറേഷൻ നമ്മുടെ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ ഒരു 15,000 to 20,000 എല്ലാം കിട്ടിയിരുന്നു ടയർ ലൈഫ്. പക്ഷേ ഇത് കുറവാണ്. പിന്നെ നമ്മൾ ഓടുന്നതിനനുസരിച്ചിരിക്കും, പക്ഷെ എന്നാലും ഞാൻ പറയാം. പിന്നെ ട്യൂബ്ഡ് ടയേഴ്സാണ് വരുന്നത്. അതാണ് മറ്റൊരു പോരായ്മ ഞാൻ കാണുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മളുടെ സാധാരണ സ്കൂട്ടറുകളിൽ വരെ ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്ന കാലമാണ്. സോ ആ ഒരു സമയത്ത് ട്യൂബ്ഡ് ടയേഴ്സ് എന്ന് പറയുന്നത് ബട്ട് നമ്മൾ അഗെയിൻ ഫോർ ദ പ്രൈസ് പോയിൻ്റ് നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ, നമുക്കതും സഹിക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ നമ്മളുടെ 41 mm ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതിലൊരു 210 mm ട്രാവൽ വരുന്ന ഒരു സസ്പെൻഷനാണ്. അതായത് എന്താ പറയുക, നല്ല രീതിയിൽ ട്രാവലുള്ളൊരു സസ്പെൻഷനാണ്. മാത്രമല്ല നമ്മൾക്ക് ഏതൊരു ടെറൈനിലേക്കോ അല്ലെങ്കിൽ എന്തൊക്കെ ഈ വണ്ടിയുടെ മുന്നിൽ വന്നാലും അതൊന്നൊരു തടസ്സമേ അല്ല. അതല്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് വണ്ടി മുന്നോട്ട് നയിക്കുന്ന ഒരു സസ്പെൻഷനാണ് എന്ന് വേണം പറയാനായിട്ട്. നല്ല രീതിയിൽ കംഫർട്ട് തരുന്നൊരു സസ്പെൻഷനാണ്. നമ്മൾ എത്ര മോശം റോഡിലൂടെ പോയാലും നമ്മൾക്ക് ഹാൻഡിൽ ബാറിലേക്ക് അതൊന്നും അത്രത്തോളം അറിയാത്ത രീതിയിൽ എല്ലാം അബ്സോർവ് ചെയ്തെടുക്കുന്ന ഒരു സസ്പെൻഷനാണ്. പിന്നെ സീറ്റ് അതുപോലെ തന്നെ ടാങ്ക് ഡിസൈൻ, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ടാങ്കിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ നമ്മൾക്ക് നീ കൊണ്ട് ഹഗ് ചെയ്ത് എണീറ്റ് നിന്ന് വണ്ടി ഓടിക്കാവുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ സീറ്റ് ഇവിടെ വരുമ്പോൾ നേരെ ആവുന്നുണ്ട്. വണ്ടിയുടെ സീറ്റായിട്ട് വരുന്നത് 830 mm ആണ്. പക്ഷേ ഞാൻ 5 feet 6 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. സോ എനിക്ക് ഇത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും ഒറ്റ സൈഡിൽ കേട്ടോ. രണ്ട് സൈഡിലാണെങ്കിൽ കുറച്ചൊന്ന് കാല് പോക്കേണ്ടി വരും. പക്ഷേ ഒരു സൈഡിൽ മാത്രം ഞാൻ കാലുകുത്തുന്ന സമയത്ത് എനിക്ക് ഈസിലി കൺട്രോളബിളാണ്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 170 kg ആണ്. പക്ഷേ നമുക്ക് ഭയങ്കര ഈസി ടു ഹാൻഡിൽ വെഹിക്കിളാണ്. നമുക്കിത് ഒരു പർവ്വതം തന്നെ നമ്മളുടെ മുന്നിൽ കാണിച്ചു തന്നാലും നമുക്ക് അത് കയറി പോകാം, ഞാൻ ഓക്കെയാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് തരുന്ന തരത്തിലുള്ള ഒരു ബൈക്കാണ്. അത്രത്തോളം ഈസി ടു ഹാൻഡിലാണ്. പിന്നെ നമുക്ക് 4.2 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ തന്നെ 3 റൈഡിങ് മോഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ എല്ലാതും. അതിൽ നമുക്ക് വന്നിട്ടുള്ളത് 3 മോഡുകളാണ്. 1 റോഡ്, 2 ട്രയൽ, 3 ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് 3 റോഡുകൾ. ആദ്യത്തെ റോഡ് മോഡിൽ ഇടുന്ന സമയത്ത് നമുക്ക് 2 ABSഉം വർക്കിംഗ് ആയിരിക്കും. നമ്മൾ നേരെ ട്രയലിലേക്ക് മാറ്റുന്ന സമയത്ത് ഫ്രണ്ട് ABS മാത്രമായിരിക്കും, റിയർ ഡിസ്കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത്, ഓഫ് റോഡ് മോഡിലിടുന്ന സമയത്ത് 2 ABSഉം ഡിസ്കണക്ട് ചെയ്ത് നമുക്ക് ബൈക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാനായിട്ട് സാധിക്കും.
പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ വണ്ടിയുടെ ഈ ഒരു സൈഡ്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് റേഡിയേറ്റർ ഇരിക്കുന്നത്. ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഹീറോയുടെ തന്നെ XMR-ൽ കണ്ടുപിടിച്ചുള്ള ആ സെയിം എഞ്ചിനാണ്. 210cc ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ്. 24 bhp പവറും അതുപോലെ തന്നെ 20 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണ്. അതിൽ തന്നെ 3000 RPM നമുക്കൊരു 15 Nm ടോർക്ക് ലഭിക്കും എന്ന് പറയപ്പെടുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇത് ഓടിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പവർ കുറവായിട്ട് തോന്നിയിട്ടുള്ളൂ, കുറച്ച് അണ്ടർ പവേർഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് അത് നമുക്ക് എന്താ പറയുക, ഇഗ്നോർ ചെയ്യാവുന്നതാണ്. എന്നാലും ഇതിൻ്റെ ആ ഒരു പഞ്ച് നമുക്ക് കിട്ടുന്നത്, അതായത് എഞ്ചിനിൽ നിന്നുള്ളൊരു പഞ്ച് നമുക്ക് കിട്ടുന്നത് ഒരു 5,000 to 6,000 RPM. സോ ആ RPM നമ്മൾ എത്തുന്ന സമയത്ത് എഞ്ചിനിൽ നിന്നൊരു പഞ്ച് കിട്ടുന്നുണ്ട്. സോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള RPM അത്രത്തോളം പെർഫോമൻസ്, അതായത് അത്രത്തോളം ഒരു പഞ്ചി പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇതിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അഗ്രസീവായിട്ട് ഗിയർ ഡൗൺ എല്ലാം ചെയ്യുന്ന സമയത്ത് റിയർ വീൽ ലോക്ക് ആകത്തില്ല. ഒരു പരിധി വരെ അത് നമ്മളുടെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് നോക്കിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡ്യുവൽ ചാനൽ ABS ഉണ്ടെന്ന്. പക്ഷേ ഡ്യുവൽ ചാനൽ ABS ടോപ്പ് ആൻഡ് വേരിയൻറ്റിലുള്ളൂ. ലോ ആൻഡ് വേരിയൻറ്റിൽ സിംഗിൾ ചാനൽ ABS ആണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് ഒളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഹീറോ. ഇത് ആക്സസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിലെല്ലാം കൈയെടുത്ത് ഇതിങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് വേണം ചാർജ് ചെയ്യാനായിട്ട്. അത് ഈ വയർ ഇതിലെ റൗട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. പിന്നെ സ്വിച്ചുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹൈ ബീം, ലോ ബീം, പിന്നെ നാവിഗേഷൻ സ്വിച്ചസ്, അതായത് നമ്മുടെ സ്ക്രീനിലെ നാവിഗേഷൻ സ്വിച്ചസ്, ഇൻഡിക്കേറ്റർ, ഹോണ്, അതുപോലെ തന്നെ ഹസാർഡ്, ഒരു കിൽ സ്വിച്ച്. എത്രത്തോളം സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ പഴയ എക്സ്പൾസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വീൽ ബേസ് ഒരു 3.5 സെൻറ്റിമീറ്റർ, അതായത് 35 mm കൂടുതലാണ്. സോ ഒരു ഹൈവേയിലെല്ലാം നമ്മൾ ക്രൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പഴയ എക്സ്പൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് തോന്നും. സംഭവം 3.5 സെൻറ്റിമീറ്ററേ ഇൻക്രീസ് ആയിട്ടുള്ളൂ, ബട്ട് ഇറ്റ് മാറ്റേഴ്സ്. ഇനി നമുക്ക് ബൈക്കിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. നല്ലൊരു സ്വീറ്റ് സൗണ്ടാണ്, കുറച്ച് ഗ്രണ്ടിയർ ആയിട്ടുള്ള സൗണ്ടാണ്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ സൗണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കുറച്ച് ഓഫ് റോഡ് അടിച്ച് വന്നിട്ടുള്ളത്, നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ, എങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ വണ്ടി വളരെ ഈസി ടു ഹാൻഡിലാണ്. ഈസി ടു ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്ക് അത്രത്തോളം വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്തെല്ലാം. സോ നമുക്ക് എക്സ്ട്രീം ഓഫ് റോഡെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഓടിച്ച് പരിചയമുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ബാലൻസ് പോയി താഴെ കിടക്കും. മാത്രമല്ല ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡ് ഹൈവേയിലെല്ലാം നമുക്കൊരു 85 to 95 ആണ് ഇതിൻ്റെ ക്രൂസിങ് സ്പീഡ്, ഇഫ് യു വാണ്ട് ബെറ്റർ മൈലേജ്. അല്ലെങ്കിൽ പൊളിച്ചോടിക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്കൊരു 25 to 30 മൈലേജ് എക്സ്പെക്റ്റേഷൻ ഉള്ളൂ ഇതിൽ. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊളിച്ചോടിക്കേണ്ട ഒരു എൻജിനല്ല ഇത് ഒരു 85 to 90 അതിൽ ക്രൂസ് ചെയ്ത് പോകുന്ന, എന്നാൽ ഓഫ് റോഡിൽ നല്ല രീതിയിൽ കേപ്പബിലിറ്റി കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണത്. സോ അത്രത്തോളം ഈ വണ്ടി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അത്രത്തോളം പൊളിച്ചോടിക്കാണ്ടിരിക്കാൻ നോക്കുക.
ഇപ്പോൾ ഈ ബൈക്ക് ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതൊരു ഫാസ്റ്റർ ബൈക്കല്ല. കാരണം ഇതിൻ്റെ ക്യാരക്ടർ അതല്ല. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ RTR 310 അല്ലെങ്കിൽ RR 310 അല്ലെങ്കിൽ അതും പോട്ടെ RTX, സോ ഇതെല്ലാം ഇതെല്ലാം നോക്കുന്ന സമയത്ത് അതൊക്കെയാണ് കുറച്ചുകൂടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ. ഈവൻ KTMൻ്റെ 250 എല്ലാം നോക്കിക്കഴിയുന്ന സമയത്ത്. പക്ഷേ മറ്റുള്ള വണ്ടികൾ, അതായത് ദേ മേ ബി ഫാസ്റ്റർ, പക്ഷേ അവർ ഓടി നിൽക്കുന്നിടത്ത് ഈവൻ ഓടിത്തുടങ്ങും എന്ന് വേണം പറയാനായിട്ട്. അതായത് അവർക്ക് പോകാൻ ടെറൈനെല്ലാം ഒരു പ്രശ്നമാകുന്ന സമയത്ത് ഇവന് ടെറൈനൊന്നൊരു പ്രശ്നമല്ല. റോഡാണോ അതോ ട്രെയിലാണോ അതോ ഓഫ് റോഡാണോ എന്താണ് ടെറൈൻ എന്ന് വെച്ചാലും ഇവൻ അങ്ങനെ സിമ്പിളായി പൊക്കോളും. ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഫീലാണ് ഇതിൻ്റെ മുകളിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ഥലം പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വണ്ടി പ്ലാൻ ചെയ്യാം. കാരണം സ്ഥലം ഏതും ആയിക്കൊള്ളട്ടെ, ഇവൻ എല്ലാം കീഴടക്കും, അങ്ങനെയുള്ളൊരു വണ്ടിയാണ്. പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യണമല്ലോ. സോ മാക്സിമം സ്പീഡ് ഇപ്പോൾ പോകാൻ പറ്റുന്നത് 130 to 140 ഉള്ളിലാണ്. അതും എക്സ്ട്രീമാണ്. അത് എഞ്ചിന് നമ്മൾ അത്രത്തോളം സ്ട്രെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ 5 ഗിയേഴ്സാണ് നമുക്ക് പ്രോപ്പർലി പവർ കിട്ടുന്ന ഗിയേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. 6th ഗിയർ എന്ന് പറയുന്നത് നമ്മൾ ഹൈവേയിൽ നല്ല രീതിയിൽ, അതായത് ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിനുള്ളൊരു സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ളതാണ് 6th ഗിയർ. അപ്പോൾ നമുക്ക് കൂടുതൽ മൈലേജും കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു 13 ലിറ്ററാണ് ഇതിന് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു 85 to 95 എല്ലാം ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പീഡിൽ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 30 to 35 മേ ബി 35 to അതിലും കുറവാണ് ഓടിക്കുന്നതെങ്കിൽ 35 to 40 മൈലേജ് കിട്ടുന്നതായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ടാങ്കിൽ നമുക്കൊരു 400+ എല്ലാം പോകാൻ സാധിക്കുന്നതാണ്. ഒരു ക്വിക്ക് ഷിഫ്റ്റർ അതുപോലെ തന്നെ ഒരു ക്രൂസ് മോഡ് ഉണ്ടെങ്കിൽ പൊളിച്ചനെ. പിന്നെ 1.85 ആണ് ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് വളരെ നല്ലൊരു പ്രൈസിങ് ആണ്. കാരണം ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി വെച്ച് നോക്കുന്ന സമയത്ത്, അതായത് കുറേ കാര്യങ്ങളിൽ ഹീറോ സാക്രിഫൈസ് ചെയ്തു എന്നിരുന്നാലും, ലൈക്ക് പ്ലാസ്റ്റിക് ക്വാളിറ്റി അതുപോലത്തെ കാര്യങ്ങളിൽ ഈ ഒരു ഇത്രയും കേപ്പബിലിറ്റി ഉള്ള, അതായത് ഓഫ് റോഡിങ്ങിലും ട്രയലിങ്ങിലെല്ലാം നല്ല രീതിയിൽ കേപ്പബിലിറ്റി, അതായത് പവർ കൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു 200cc കാറ്റഗറിയിൽ ഇത്രത്തോളം കേപ്പബിലിറ്റി ഉള്ള ഒരു ബൈക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിന് ഹീറോ തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൽ എൻജിൻ ഹീറ്റിൻ്റെ കാര്യം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സിറ്റി ട്രാഫിക്കിലെല്ലാം, ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലെല്ലാം ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് കുറച്ച് ഓടിക്കഴിയുമ്പോൾ, അതായത് ബൈക്ക് കുറച്ച് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കുറച്ച് സമയം ഓടിക്കഴിയുമ്പോൾ നമുക്ക് എൻജിൻ ഹീറ്റ് ഫീൽ ചെയ്യാൻ സാധിക്കും. അതായത് അത്രത്തോളം ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ളൊരു എൻജിൻ ഹീറ്റല്ല, നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ എൻജിൻ ഹീറ്റ്, സോ അതൊരു ചെറുതായിട്ടൊരു ഡിസ്റ്റർബിങ് ആണ്. പിന്നെ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷനൊന്നും ഇല്ല. പക്ഷേ നമ്മളൊരു ഹയർ സ്പീഡിൽ, അതായത് ഒരു 100 above കയറുന്ന സമയത്ത് ചെറുതായിട്ട് കാലിലും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിലും, കാലിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുട്ട് റെസ്റ്റിലും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിലും ചെറിയ രീതിയിൽ ഇക്കിളിപ്പെടുത്തുന്ന വൈബ്രേഷൻസ് അനുഭവപ്പെടുന്നതായിട്ടുണ്ട്. പിന്നെ മിറർ വൻ ശോകമാണ് മിറർ. അതായത് വിസിബിലിറ്റി തീരെ കുറവാണ് മിററിൽ ഫസ്റ്റ് ഓഫ് ഓൾ. മാത്രമല്ല ഈ സാധനം നമ്മൾ 100 above എല്ലാം കയറുന്ന സമയത്ത് കണ്ടില്ലേ, ഇത് പഴമാണ്. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അതൊരു പ്രശ്നമാണ്. പിന്നെ സർവീസിനെ പറ്റി പറയാം. സർവീസ് നമുക്കൊരു 6000 കിലോമീറ്ററിലൊക്കെയാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്, അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവരി 6000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 months എന്ന്. സോ ആ ഒരു സർവീസിന് നമുക്ക് കോസ്റ്റ് വരുന്നത് അറൗണ്ട് 2000 rupees-ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ബൈക്ക് ഇനി ആർക്കൊക്കെയാണ് സ്യൂട്ട് ആവുക എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാവണം. രണ്ടാമത്, നമ്മളെല്ലാം സാധാരണക്കാരാണ്. നമുക്ക് ടൂറിങ്ങിനൊരു ബൈക്ക്, ഡെയിലി കമ്മ്യൂട്ടിനൊരു ബൈക്ക്, ഓഫ് റോഡിങ്ങിനൊരു ബൈക്ക്, അങ്ങനെ പലതരം ബൈക്കുകളെല്ലാം വാങ്ങാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള പ്രാപ്തി നമുക്ക് ഇപ്പോൾ ഇല്ല. ഫ്യൂച്ചറിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായേക്കും.
സോ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന നമ്മുടെ പൈസ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി, ആ വണ്ടി വെച്ചിട്ട് കുറേ സ്ഥലങ്ങളിലേക്ക് പോകണം. ആ വണ്ടി വെച്ചിട്ട് ടൂറിങ് ആണെങ്കിലും ശരി, ഓഫ് റോഡിങ് ആണെങ്കിലും ശരി, എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ വണ്ടി പോവുക, ടെസ്റ്റ് റൈഡ് ചെയ്യുക, എടുക്കുക. പിന്നെ ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഷോറൂം ടെസ്റ്റ് റൈഡ്സ് ഒഴിവാക്കുക. ഷോറൂം ടെസ്റ്റ് റൈഡ്സ് ഒഴിവാക്കുക എന്ന് പറയാനുള്ള കാരണം, നല്ല രീതിയിൽ വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഷോറൂമുകളാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക്. അല്ലാത്ത ഷോറൂമുകളിലാണെങ്കിൽ പല രീതിയിലുള്ള ആൾക്കാർ പല രീതിയിൽ വന്നു ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുള്ള ബൈക്കുകളായിരിക്കും. സോ അതിന് പെർഫോമൻസ് ദാറ്റ് മൈറ്റ് നോട്ട് ബി അപ് ടു ദ മാർക്ക്. സോ നമ്മൾ പോയി ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടൊന്നും വരില്ല. അത് ഈ വണ്ടി എന്നല്ല കേട്ടോ, ഏതൊരു വണ്ടിയാണെങ്കിലും. ഇപ്പം നിങ്ങളൊരു ബൈക്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ബൈക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും കയ്യിൽ ആ വണ്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒന്ന് ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങുക. ഈ കാര്യത്തിൽ നിങ്ങൾ മറ്റാരുടെയും ഉപദേശം കേൾക്കാൻ പോകരുത്. ഒരു വണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി വാങ്ങാൻ പോവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വണ്ടിയാണ്, നമ്മളാണ് ഓടിക്കേണ്ടത്. സോ നമ്മൾ വേറെ ആരും ഉപദേശം കേൾക്കാൻ പോകാതിരിക്കുക. നമുക്ക് കേൾക്കാം, അതുപോലെ തന്നെ കൺസിഡർ ചെയ്യാം, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളാണ് വണ്ടി ഓടിക്കുന്നത്. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനെപ്പോഴും പറയാറുള്ള പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. സോ അടുത്തൊരു ബൈക്കുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.